റിമാർക്കബിൾ ആയിട്ടുള്ള റിസൾട്ട് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിമാർക്കബിൾ ആയിട്ടുള്ള എഫേർട്ടും ഒരുപാട് ടൈമും ഹാർഡ് വർക്കും സ്പെൻഡ് ചെയ്യണം എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടായതുകൊണ്ട് തന്നെ ആ വലിയ യാത്രയിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാൻ വരെ നമുക്ക് പേടിയാണ്, അല്ലെങ്കിൽ അതിനുള്ള ആത്മവിശ്വാസം ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൽഫ് എസ്റ്റീം ഇല്ല. ഇത് ഉണ്ടാവാതിരിക്കാനുള്ള കാരണം ഈ വലിയ യാത്രയിലേക്ക് എത്താനുള്ള ഗ്രോത്തിൻ്റെ ഗ്രാഫ് ലീനിയർ ലെവലിൽ വിഷ്വലൈസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എങ്ങനെയാണ് ലീനിയർ ആയിട്ട് അതിൻ്റെ ഗ്രോത്ത് വിഷ്വലൈസ് ചെയ്യുക? എനിക്കൊരു യൂണിറ്റ് എമൗണ്ട് ഓഫ് ടൈമും എനർജിയും സ്പെൻഡ് ചെയ്തപ്പോൾ യൂണിറ്റ് റിസൾട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഈ റിസൾട്ട് കിട്ടാൻ അതിന് ആനുപാതികമായിട്ടുള്ള ടൈമും എഫേർട്ടും ഞാൻ ഇടണം. ആ ഒരു എഫേർട്ട് ഇടാൻ എനിക്ക് കഴിയില്ല, അത് ഒരുപാട് എഫേർട്ടാണ്. അത്ര എഫേർട്ടും അത്ര ടൈമും ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്കൊരിക്കലും കഴിയില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ട്. പക്ഷേ എക്സ്പേർട്ടും ഫിലോസഫേഴ്സും പറയണത് ഇത് ലീനിയർ ഗ്രാഫിൽ വിഷ്വലൈസ് ചെയ്ത് എക്സ്പൊണൻഷ്യൽ ഗ്രാഫിൽ വിഷ്വലൈസ് ചെയ്യണം. ചെറിയ ആക്ടിവിറ്റീസിൽ തുടങ്ങിയിട്ട് ടൈനി ചേഞ്ചസും കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റും ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മിനിമം ടൈമിൻ്റെ ഉള്ളിൽ മാക്സിമം റിസൾട്ട് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഗ്രാഫിൽ നമുക്ക് അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രാഫ് പ്രാക്ടിക്കൽ ലെവലിൽ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തു, അവിടേക്ക് എത്തണം. അപ്പോൾ ഒരു യൂണിറ്റ് ടൈം നമ്മളിന്ന് മാറ്റി വെക്കാൻ പോവാണ്. ഡെയിലി 1 മണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ അരമണിക്കൂർ സ്പെൻഡ് ചെയ്യും. ആ സ്പെൻഡ് ചെയ്യുന്ന ടൈം ഡെയിലി മാറുന്നില്ല, അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ ടൈം നമുക്ക് മാറ്റി വെക്കാം. നമുക്കൊരു ബേസിക് സ്കിൽ സെറ്റ് ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ യൂണിറ്റ് സ്കിൽ സെറ്റ് ഉപയോഗിച്ചാൽ ഒരു യൂണിറ്റ് റിസൾട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ദിവസം യൂണിറ്റ് സ്കിൽ സെറ്റ് ഉപയോഗിച്ചിട്ട് യൂണിറ്റ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രാക്ടിക്കൽ ലെവലിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഒരു സ്കിൽ സെറ്റ് നമുക്ക് ഇമ്പ്രൂവ് ആവും, ഒരു പ്രാക്ടിക്കൽ നോളജ് ഇമ്പ്രൂവ് ആവും. ഈ പ്രാക്ടിക്കൽ ഇൻക്രീസ്ഡ് നോളജ് രണ്ടാമത്തെ ദിവസം നമുക്ക് ആഡ് ആവും. ഈ ഇൻക്രീസ്ഡ് നോളജ് ഉപയോഗിച്ചിട്ടാണ് രണ്ടാമത്തെ ദിവസം നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നത്. രണ്ടാമത്തെ ദിവസത്തെ ആഡഡ് സ്കിൽ സെറ്റിന് പുറമെ ഒരു ടൈനി ഇമ്പ്രൂവ്മെൻറ്റ്, ഒരു ടൈനി ചേഞ്ചസും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ 2 ലെവലിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. ഒന്ന്, കഴിഞ്ഞ ദിവസം നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കിയപ്പോൾ സ്വയം ആർജിച്ചെടുത്ത സ്കില്ല്. രണ്ടാമത്തത് ഒരു ടൈനി ഇമ്പ്രൂവ്മെൻറ്റും നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാണ്. ഈ 2 സ്കില്ലും കൂടി ആഡ് ചെയ്തിട്ട് രണ്ടാമത്തെ ദിവസം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കും. ഈ പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി എക്സ്പീരിയൻസ് കൂടും. ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും.